പൂവേ പാലപ്പൂവേ മണമിത്തിരി കരളിൽ തായോ മോഹത്തിൻ മകരന്തം ഞാൻ പകരം നൽകാം. വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ ശ്രീഭാമ SB. മിസ് ഇതാ പൂക്കളുടെ ചുറ്റുമാണല്ലേ. മിസ്സിന്റെ ഇവിടെ പൂക്കള് അവിടെ പൂക്കള് ഫുൾ ഭയങ്കര രസമാണല്ലേ. അപ്പൊ പൂക്കളെ പറ്റി പഠിക്കാൻ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പൊ പൂക്കളെ പറ്റി പഠിക്കുന്ന ഒരു അടിപൊളി ചാപ്റ്റർ ആണ് ഫ്ലവറിംഗ് ആൻഡ് ഫ്രൂട്ടിംഗ്, അല്ലെങ്കിൽ പൂക്കാം കായ്ക്കാം എന്ന് പറയുന്ന ഒരു അടിപൊളി ചാപ്റ്റർ അല്ലേ. അപ്പൊ മിസ് എന്ന് വന്നിട്ടുള്ളത് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾ സെറ്റ് ആണ്, റെഡി ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ മിസ് നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഇഷ്ടമുള്ള പൂക്കൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പൂവെന്ന്. മിസ് എന്നോട് പക്ഷേ ഏതാണെന്നറിയോ? ചെമ്പരത്തിയാണ്. ഇഷ്ടമാണോ ചെമ്പരത്തി ഒക്കെ? ചെമ്പരത്തിയെ പറ്റി ഒരുപാട് പാട്ടുകളൊക്കെ ഉണ്ടല്ലേ. ചെമ്പരത്തി പൂവേ ചൊല്ല് ദൈവനെ നീ കണ്ടോ, അങ്ങനെ എന്തോരം പാട്ടുകളാണ് ചെമ്പരത്തിയെ പറ്റി അല്ലേ. അപ്പൊ ചെമ്പരത്തി എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ചുറ്റും കാണുന്ന ഒരു പൂവാണ്. അപ്പൊ അതിന്റെ പാട്ടുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണത്. ചെമ്പരത്തി പൂവിൽ ഏതൊക്കെ പോർഷൻസ് ആണ് ഉള്ളതെന്ന് അപ്പൊ മിസ് ഡീറ്റെയിൽ ആയിട്ട് എന്റെ മക്കൾക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഏറ്റവും മുകളിൽ കാണുന്നതാണ് ആൻഡ്രീഷ്യം. പിന്നെ താഴെ ഇവിടെ ഗൈനീഷ്യം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. പിന്നെ കൊറോള ഉണ്ട്, കാലിക്സ്, തലാമസ്, പെഡീസെല്ല. ഇങ്ങനെയാണ് ആക്ച്വലി എന്ത് വരുന്നത്, അതിന്റെ പാർട്ടുകൾ വരുന്നത്. അപ്പൊ ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞ എൻ്റെ മക്കൾക്ക് മനസ്സിലാവില്ല എന്ന് എനിക്കറിയാം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് എങ്ങനെയാണെന്നും അത് ടിപ്പോട് കൂടിയിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. നോക്കൂ. അപ്പൊ കേസരപുടം ഉണ്ട്, ദളം, ജനിപുടം, വിദളം, പുഷ്പാസനം, പൂഞ്ഞിട്ട് എന്നാണ് അതിന്റെ പോർഷൻസ് വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ, എന്താണ് കേസരപുടം അല്ലെങ്കിൽ ജനിപുടം, എന്തൊക്കെയാണ് അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിലിംഗ് ആയി തന്നെ പഠിക്കാം. റെഡി. അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഫസ്റ്റ് വൺ മിസ് പറയാണ് വിദളം അല്ലെങ്കിൽ കൊറോള എന്ന് പറയും. എന്താണ് മക്കളെ? ദളം അല്ലെങ്കിൽ കൊറോള എന്ന് പറയും. എന്താണ് ദളം എന്ന് പറഞ്ഞാൽ? പൂവിന്റെ ഇതളുകളെയാണ് നമ്മൾ ദളം എന്ന് പറയാ അല്ലെ. സോ അത് എന്തിനു വേണ്ടിയിട്ടാണ്? സിമ്പിൾ ആയിട്ട് നമുക്കറിയാം, പൂവിന് നിറവും മണവും ആകർഷണവും നൽകാം. ഇപ്പൊ നമ്മളൊരു പൂ കണ്ടു കഴിഞ്ഞാൽ ഹായ് എന്ത് രസം എന്ന് എവിടെ നോക്കിയിട്ടാ പറയാ? അതിന്റെ ഭംഗിയുള്ള ആ ദളങ്ങൾ കണ്ടിട്ടാണ് പറയാ അല്ലെ. സോ കൊറോള കണ്ടിട്ടാണ് പറയാ. സോ പ്രൊവൈഡ് കളർ, ഫ്രാഗ്രൻസ് ആൻഡ് അട്രാക്റ്റീവ്നെസ് കൊടുക്കുന്ന സാധനമാണ് എന്തെന്ന് പറയുന്നത്? കൊറോള എന്ന് പറയുന്നത്. റെഡി. പിന്നെ വിദളമാണ്, കാലിക്സ് ആണ്. അതെന്താ ചെയ്യുന്നത്? മൊട്ടായിരിക്കുമ്പോൾ പൂവിനെ സംരക്ഷിക്കുന്നു, വിരിഞ്ഞതിന് ശേഷം ദളങ്ങളെ താങ്ങി നിർത്തുന്നു. പ്രൊട്ടക്ട് ദ ഫ്ലവർ വെൻ ഇറ്റ് ഈസ് ബഡ്, ഹോൾഡ് ദ പെറ്റൽ ആഫ്റ്റർ ഇറ്റ് ബ്ലൂം. അത് ബ്ലൂം ചെയ്യുന്ന സമയത്ത് അതിനെ സംരക്ഷിക്കുക. ഇപ്പൊ ഒരു നമ്മളെയൊക്കെ അമ്മമാര് സംരക്ഷിക്കില്ലേ? നിങ്ങളൊക്കെ കുഞ്ഞു മക്കളല്ലേ, അപ്പൊ നിങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങളുടെ അമ്മമാരില്ലേ? അതുപോലെ അവരെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താണ്. ചെറിയ കുട്ടിയായി മൊട്ടായിരിക്കുന്ന സമയത്ത് അതിനെ ആരെങ്കിലും പറിച്ചുകൊണ്ടുപോലെടാ. അപ്പൊ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി, അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വേറെ ആരിൽ നിന്നും വേണ്ട, എനിക്ക് അതിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ സെറ്റ് ആക്കാനാണ് വിദളം അല്ലെങ്കിൽ കാലിക്സ് ഉള്ളത്. പിന്നെ കേസരപുടം, ആൻഡ്രീഷ്യം ഉണ്ട്. ആൻഡ്രീഷ്യം ആലോചിക്കാൻ സിമ്പിൾ ആണ്. ആൻറ്റപ്പൻ എന്ന് ആലോചിക്കാം. ആൻറ്റപ്പൻ എന്ന് പറയുമ്പോൾ എന്താ? ബോയിന്റെ പേരല്ലേ. അപ്പൊ ആൻറ്റപ്പൻ, ആൻഡ്രീഷ്യം എന്ന് ആലോചിക്കുക. അത് കേസരപുടം എന്ന് വെച്ചാൽ മെയിൽ പോർഷൻ ആണ്, മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് അല്ലെങ്കിൽ ആൺലിംഗാവയവമാണ് ഒരു പൂവിന്റെ ആൻഡ്രീഷ്യം എന്ന് പറയുന്നത്. ഗൈനീഷ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് അല്ലെങ്കിൽ പൂവിലെ പെൺലിംഗാവയവത്തിനെയാണ് നമ്മൾ എന്ത് പറയാ മക്കളെ? ഗൈനീഷ്യം എന്ന് പറയാ. അപ്പോ ഗൈനീഷ്യം പറയുമ്പോൾ ഗേൾ എന്ന് ആലോചിക്കാം, ജെന്നി എന്ന് ആലോചിക്കാം. ജെന്നി എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയുടെ പേരല്ലേ. സോ ഗൈനീഷ്യം എന്ന് പറഞ്ഞാൽ ജനിപുടമാണ് എന്ന് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആലോചിക്കാം. പിന്നെ പെഡീസൽ ഉണ്ട്. പെഡീസൽ എന്ന് പറയുമ്പോൾ നമ്മളെ പൂ ഇങ്ങനെ പറിച്ചെടുക്കില്ലേടാ മക്കളെ. പറിച്ചെടുക്കുന്ന പോർഷൻ എന്താ? പൂഞ്ഞെട്ട് എന്ന് പറയും അല്ലേ. അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ടാ? ആ പൂവും ചെടിയും നമ്മളൊരു കണക്ഷൻ ഉണ്ടാക്കാൻ, കണക്ട് ദ ഫ്ലവർ വിത്ത് ദ പ്ലാന്റിന് വേണ്ടിയിട്ടാണ് പൂഞ്ഞെട്ടുള്ളത്. നമ്മൾ അത് പിടിച്ചിട്ടല്ലേ ഒരാൾക്ക് പൂവ്, ഇപ്പൊ സ്നേഹം, നിങ്ങൾക്ക് ആ സ്നേഹം തരികയാണെങ്കിൽ ഈ പൂഞ്ഞെട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെയല്ലേ നിങ്ങൾക്ക് കാണിക്കാം. പിന്നെ പുഷ്പാസനം ഉണ്ട്. തലാമസ് ഹോൾ ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ ഫ്ലവർ, പൂവിന്റെ ഭാഗങ്ങൾക്ക് ഇരിപ്പിടം നൽകുന്നു. അപ്പൊ നമ്മൾ രാജാക്കന്മാർക്കൊക്കെ സിംഹാസനത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞ കേട്ടില്ലേ? അതുപോലെ പുഷ്പാസനം, പുഷ്പത്തിന്റെ എന്താ പറയുക, ഇരിപ്പിടം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നമ്മൾ രാജാക്കന്മാർ ഇരിക്കുന്നത് സിംഹാസനാണെങ്കിൽ പുഷ്പങ്ങൾ ഇരിക്കുന്നത് പുഷ്പാസനം. അങ്ങനെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആലോചിക്കാം. തലാമസ് ആണെന്ന് ആലോചിക്കാം, അല്ലെങ്കിൽ തല എന്ന് ആലോചിക്കാം. തല എന്നൊക്കെ പറയുമ്പോൾ പെരിയവൻ, വലിയ ആളാണല്ലേ തല എന്നൊക്കെ നമ്മൾ പറയാ. അവൻ തലൈവൻ എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ നിങ്ങൾ തമിഴിലൊക്കെ? അതുപോലെ ആലോചിക്കാം. അപ്പൊ എന്താണ്? ഇരിക്കാനുള്ള ഇരിപ്പിടാണെന്ന് ആലോചിക്കാം. സോ ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. എല്ലാ പോർഷൻസിനെയും നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റിയത് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാൻ വേണ്ടി പറ്റും. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് പിക്ചർ തന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുക. സോ ഇങ്ങനെ ഓരോരോ സെക്ഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. ഏതൊക്കെയാണ് കേസരപുടം, ഏതൊക്കെയാണ് ജനിപുടം. കണ്ടോ? കേസരപുടം പറയുമ്പോൾ ഇതുപോലെ ഒരു കുറച്ച് നീളത്തിൽ ഈ ഒരു ഭാഗം കണ്ടോടാ മക്കളെ, അതാണ് ആൺലിംഗാവയമായിട്ടുള്ള കേസരപുടം. പിന്നെ പെൺലിംഗാവയം ഒരു കുടം പോലെ അല്ലേ, ഇതൊരു കുടത്തിന്റെ ആകൃതിയിലാണ് ജനിപുടം വരുന്നത്.
സൈഡിലായിട്ട് വിതളപുടം വരുന്നുണ്ട്. പിന്നെ നല്ല ഭംഗിയുള്ള ഇതളുകളായതുകൊണ്ട് ദളപുടം. പിന്നെ ഇരിക്കുന്ന സ്ഥലമാണ് പുഷ്പാസനം. പിന്നെ പൂഞ്ഞെട്ട്. ഇത്രയും പോർഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ആൻറ്റപ്പ എന്ന് പറയുമ്പോൾ തന്നെ ആൻട്രീഷ് എന്ന് ആലോചിക്കുക. ആൻറ്റപ്പന്റെ കൂടെ ആരുണ്ട്? ജെന്നി ഉണ്ട്. ജെന്നി എന്ന് പറഞ്ഞാൽ ആരാണ്? ഗൈനീഷ്യമാണ്, ജനിപുടമാണ് എന്ന് ആലോചിക്കുക. എന്നിട്ട് അവരെന്താ ചെയ്യുന്നത്? ദളത്തിനോടും വിതളത്തിനോടും എന്താണ് പറഞ്ഞത്? അവരോട് പറഞ്ഞു, നിനക്കൊരു പൂഞ്ഞെട്ട് ഞാൻ തരാം, ഒപ്പം നീ ഒരു സിംഹാസനത്തിൽ ഇരിക്കൂ, അതാണ് എൻ്റെ പുഷ്പാസനം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും പോർഷൻസ് ആണുള്ളത്. എന്തൊക്കെയാണ് അതിന്റെ കാര്യം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇരിപ്പിടം നൽകുന്നതും പൂട്ടിനെ സംരക്ഷിക്കുന്നതും ദളങ്ങളെ ചേർന്ന് രൂപപ്പെട്ട് ഭംഗിയുള്ളതാണ് ദളം എന്ന് പറയുന്നത് അല്ലേ. ഒരു ദളം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിൽപ്പൂ. പണ്ടത്തെ പാട്ടാ, കുറെ കാലം മുമ്പത്തെ. എനിക്കെന്നെ അത്ര അറിയില്ല. ഞാൻ ഇപ്പൊ ഇങ്ങനെ ദളം എന്നൊക്കെ കേട്ടപ്പോൾ പാട്ടുമായിട്ട് റിലേറ്റ് ആയതുകൊണ്ട് പാടി തന്നാട്ടോ, വേറെ കാര്യം. അപ്പൊ ഇങ്ങനെ ദളം എന്ന് പറയുമ്പോൾ ആ ഭംഗിയുള്ള ഇതളുകൾ എന്ന് വെച്ചാൽ അതിന്റെ ഭംഗിയുള്ള പോർഷൻസ് ആണ്. എന്താ ഇപ്പൊ റോസാപ്പൂ ആണെങ്കിൽ അതിന്റെ ഇതളുകളൊക്കെ നല്ല ഭംഗിയല്ലേ, ആ പോർഷൻ ആണ് കേട്ടോ. പിന്നെ ആൻറ്റപ്പൻ ഗൈനീഷ്യം സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. സോ ഇത്രയും സിമ്പിൾ ആയ കാര്യം നിങ്ങൾ പഠിക്കാൻ, ഇങ്ങനെ ട്രിക്ക് വെച്ച് പഠിച്ചാൽ എന്തൊക്കെയാണ് എന്റെ ഫംഗ്ഷൻസ് ഒരിക്കലും നിങ്ങൾ മറന്നു പോയില്ല. അപ്പൊ എന്റെ മക്കൾ അടിപൊളിയായിട്ട് പഠിക്കുക. അതേപോലെ ഇത് വരച്ച് ഡ്രോ ചെയ്യാനും പഠിക്കണം. എപ്പോഴും എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു പോർഷൻ ആണ്. സോ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് ഇത് പഠിക്കുന്നത് വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് വരാനുണ്ട്. അതിനുവേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ താഴെ ഒരു സ്ക്രോൾ ഓടി കളിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. നമ്മുടെ ക്ലാസ് 6 സ്റ്റേറ്റ്സിന്റെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ബാച്ചാണ് വജ്ര ബാച്ച്. അപ്പോൾ വജ്ര ബാച്ചിൽ എൻ്റെ മക്കൾ ഷുവറായിട്ടും ജോയിൻ ചെയ്യണം. ഇതുപോലെയുള്ള ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ക്വസ്റ്റ്യൻസുകളും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബാച്ചാണ്. സോ സെറ്റ് ആക്കുക, റെഡി ആക്കുക. അപ്പോൾ ബാച്ചിൽ കാണാം. സോ താങ്ക് യു സോ മച്ച്. അതുവരേക്കും ബൈ ബൈ. സീ യു ഡേയ്സ്. ബൈ.